വൈക്കത്ത് CPI താലൂക്ക് കമ്മിറ്റി ഓഫീസിനുള്ളിൽ കർഷകനായ ചെല്ലപ്പൻ പുളിക്കശ്ശേരി ആത്മഹത്യ ചെയ്ത സംഭവം കേരള മനസാക്ഷിയെ നടുക്കുന്നതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന ഒരാളാണ് ചെല്ലപ്പൻ ചേട്ടൻ. കുഞ്ഞിലേ മുതലേ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളിലൊക്കെ കണ്ട് വന്നൊരാളാണ്. ശരിക്കും ഞാനിവിടെ തൊട്ടടുത്ത് കാണുന്ന തലയാഴം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന മുതൽ നല്ല കരുത്താർന്ന ഒരു മനസ്സിൻ്റെ ഉടമയും നല്ല ദൃഢനിശ്ചയമുള്ള ഒരു കർഷകനും കൂടിയാണ് അദ്ദേഹം. ഞാനൊരു കർഷക തൊഴിലാളിയുടെ മകനും കൂടി ആയതുകൊണ്ട് തീർച്ചയായും കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ്. അദ്ദേഹത്തിന് കുറേയധികം കാര്യങ്ങൾ എനിക്കും ചെയ്തിട്ടുണ്ട്. തിരിച്ചും ആ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ അദ്ദേഹത്തോടൊപ്പം നിന്നിട്ടുണ്ട്. തലയാഴം ഗ്രാമപഞ്ചായത്തിലെ എൻ്റെ 15 വാർഡിലേക്കും അദ്ദേഹത്തിൻ്റെ കൃഷിയിൽ നിന്നും വിത്ത് അല്ലെങ്കിൽ പച്ചക്കറി തൈകളൊക്കെ തന്ന് നിരവധി പ്രോത്സാഹനം ഏറ്റവും നല്ല കൃഷിയിടമാക്കി ഈ തലയാഴത്തെ മാറ്റുവാൻ അദ്ദേഹം ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ നിരന്തരം അദ്ദേഹം ഒരു ജനപ്രതിനിധിയായി നല്ല രീതിയിൽ പോകണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒത്തിരി നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരു ദാരുണ മരണത്തിൽ അകൈതമായ ഒത്തിരി സങ്കടത്തോടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എനിക്കൊപ്പം ഈ ഇലക്ഷന് സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിന് പരിചയമുള്ള അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയിൽ UDF-ൽ പെട്ടവരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തതായിട്ട് എനിക്കറിയാം. അപ്പം ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയായി ഞാനിവിടെ നിന്ന കാലത്തോളം എന്നെ ചേർത്ത് പിടിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ. ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല. ഒത്തിരി സങ്കടമുണ്ട്. ഈ ഇന്നലെ മിനിഞ്ഞാന്ന് വരെ ഞാൻ പോയ പ്രചരണ യാത്രയിൽ എനിക്ക് വന്ന് എന്നെ അനുഗ്രഹിച്ച് പോയ ഒരാളാണ്. അപ്പം ഞാൻ കൂടുതലായി ഒന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല. ശാരീരിക അവശതകളെ അതിജീവിച്ച് കൃഷിയിലൂടെ ഉപജീവനം നടത്തിയിരുന്ന ഒരു ഭിന്നശേഷിക്കാരന് ഭരണകൂടത്തിൽ നിന്നും താൻ വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരത അവഗണനയുടെയും പീഡനത്തിന്റെയും ഒടുവിലത്തെ സാക്ഷ്യമാണ്. തന്റെ കൃഷി നശിപ്പിക്കാൻ പ്രാദേശിക CPI നേതാക്കൾ ബോധപൂർവം ഇടപെട്ടുവെന്നും ഉപജീവന മാർഗം തടസ്സപ്പെടുത്തിയെന്നും ചെല്ലപ്പൻ മരിക്കുന്നതിന് മുൻപ് പുറത്തുവിട്ട വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. വളരെ അടുപ്പമുള്ള 10-20 വർഷമായിട്ട് എനിക്ക് അടുപ്പമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൃഷി വകുപ്പിനെതിരെയായിട്ടുള്ള ഒരു തൊട്ടപ്പുറത്താണ് പുള്ളിയുടെ ഒരു ഫാം ഉണ്ടായിരുന്നത്. ആ ഫാമിൽ ഇവിടെ ആരോപണവിധരായ ഈ JP ഷാജിയും അതുപോലെ സാനുവും മരിച്ചുപോയ UDF-ന്റെ മണ്ഡലം സെക്രട്ടറി പ്രസിഡൻ്റായിരുന്നു സാനു. അവരൊക്കെ അദ്ദേഹത്തെ ആ ഫാം നശിപ്പിക്കുകയും പുള്ളിയെ തല്ലുകയും പുള്ളിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നോടൊക്കെ വ്യക്തിപരമായ പരാതി, ഞാൻ പാർട്ടിയിൽ നിന്ന സമയത്ത് വ്യക്തിപരമായ പരാതി പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളിക്ക് ഇവിടെ വേറെ ശത്രുക്കളൊന്നുമില്ല. പക്ഷേ പുള്ളിയെ നിരന്തരമായി ഇങ്ങനെ ഉപദ്രവിക്കുന്നതിന് പരാതി കഴിഞ്ഞ ദിവസം ഇവിടെ ആരോടോ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉത്തരവാദി CPI ആണെന്ന് പറഞ്ഞു. അതിനകത്ത് പ്രത്യേകം പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TN രമേശനും അതുപോലെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ബാങ്കിൻ്റെ പ്രസിഡന്റ് JP ഷാജിക്കെതിരെയാണ്. ഇന്നലെ ഈ മരണം നടന്നു എന്ന് പറയുന്ന സമയത്ത് 12 മണിയോളം സമയത്ത് ഇവരെ ഈ JP ഷാജി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉണ്ടായിരുന്നാണ് ഞാൻ രാവിലെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് മരണം നടന്നത്. ഇപ്പം CPIയുടെ മണ്ഡല സെക്രട്ടറി പറഞ്ഞിരുന്നത് ഇതൊരു സ്വാഭാവിക മരണമല്ല, അത് പരിശോധിക്കപ്പെടണം. ഞങ്ങളും ആ പക്ഷം തന്നെയാണ്. ഇത് സ്വാഭാവിക മരണമല്ലെങ്കിൽ ആരോപണ വിധേയമായ ആൾക്കാർ ഉൾപ്പെടെ അവിടെ ക്യാമ്പ് ചെയ്തിരുന്നെങ്കിൽ അത് എന്തിനായിരുന്നു, അതിനുശേഷം എപ്പോഴാണ് മരണം നടന്നത്, ഇതൊരു കൊലപാതകമാണോ, ഇത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഇവിടുത്തെ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ഉന്നയിക്കുന്നത് നിരന്തരമായി കൃഷി വകുപ്പിൽ നിന്നുള്ള പീഡനവും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് നേരിടുന്നുണ്ട്. അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ടായിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ പുതിയൊരു സ്ഥാപനം അപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ബാങ്കിലായിരുന്നു പുള്ളിക്കുണ്ടായിരുന്നത്. ഈ പറയാൻ വലിയ സാമ്പത്തിക ബാധ്യതകൾ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഈ സർവീസ് സഹകരണ ബാങ്ക് ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഒരുപാട് ആൾക്കാരുടെ പണം കൊള്ളയടിച്ച ബാങ്കാണ്. ഏതാണ്ട് ഒരു 10-40 കോടി രൂപ അഴിമതി നടത്തിയിട്ട് നിൽക്കുന്നത്. അതിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് ഈ ഷാജി. അതിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ. അപ്പം ഈ സഹകരണ ബാങ്കിൻ്റെ അഴിമതി അന്വേഷിക്കണം, ഈ മരണം അന്വേഷിക്കണം. രണ്ടും കണക്റ്റഡാണ് ഇതിനകത്ത്. കൃഷിമന്ത്രിയെ കണ്ട് പരാതിപ്പെടാൻ പലവട്ടം ശ്രമിച്ചിട്ടും നീതി ലഭിച്ചില്ലെന്നും പാർട്ടി നിയന്ത്രണത്തിലുള്ള ബാങ്ക് വായ്പ നിഷേധിച്ചതും അദ്ദേഹത്തെ കടുത്ത സാമ്പത്തിക മാനസിക പ്രതിസന്ധിയിലാഴ്ത്തി. രാജ്യത്തിന്റെ പുരോഗതിയല്ല മറിച്ച് കമ്മീഷനാണ് അധികാരികളുടെ ലക്ഷ്യമെന്ന അദ്ദേഹത്തിന്റെ ആരോപണം സിസ്റ്റത്തിലെ ജീർണതയെ തുറന്നു കാട്ടുന്നു. മരണത്തിലെ ദുരൂഹത ഇന്നലെ അദ്ദേഹം ഒരു ബൈറ്റ് കൊടുത്തിരുന്നു. ഇന്നലെ അത് CPIക്കാർ അദ്ദേഹത്തെ ഭയങ്കരമായി ഉപദ്രവിച്ചിരുന്നു. അത് വർഷങ്ങളായിട്ടുള്ള ഒരു നിരന്തരമായ പീഡനം അദ്ദേഹം എവിടെ നിന്നൊക്കെയോ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വൈക്കം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പരാതിയായിട്ട് വന്നു. ആ പരാതികളെല്ലാം വിളിച്ച് പറഞ്ഞ് തീർക്കുകയും ചെയ്തു. കളക്ടർ അടുത്ത് പോയി, SP അടുത്ത് പോയി. പക്ഷേ പുള്ളിക്കൊരു നീതി കിട്ടി എന്ന് എനിക്ക് തോന്നുന്നില്ല. പൂർണ്ണമായ നീതിയൊന്നും അദ്ദേഹത്തിന് ലഭ്യമായിട്ടില്ല. അദ്ദേഹം എല്ലാം ചെയ്യുന്നത് ഈ കൃഷിക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു.
പക്ഷെ അതനുസരിച്ച് ഭരണകൂടം അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുവെന്ന് എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ ഒരു അന്ത്യമാണ് ഈ കാണുന്നത്. ഈ ഒരു വിഭാഗം അദ്ദേഹത്തെ പുറകെ നടന്ന് ഉപദ്രവിക്കുകയായിരുന്നു. ആ ഉപദ്രവം സഹിക്കാതെ വയ്യാതെ ഇദ്ദേഹം ചേർത്തലയ്ക്ക് കച്ചവടം മാറ്റിപ്പോയി. ഈ വൈക്കത്തുനിന്ന് ചേർത്തലയ്ക്ക് കച്ചവടം മാറ്റിപ്പോയി. ഞാനൊരു പ്രാവശ്യം ചേർത്തല ചെല്ലുമ്പോൾ ചേർത്തല ബസ് സ്റ്റാൻഡിനോടെ കച്ചവടം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇതൊരു ജനനന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയായ ഇദ്ദേഹത്തിൻ്റെ ഈ നിര്യാണത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ള ദുഃഖം രേഖപ്പെടുന്നതോടൊപ്പം തന്നെ ശക്തവും വ്യക്തവുമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തും അധികാരിയുടെ ഭാഗത്തും ഉണ്ടാകണം. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇനി ഒരാൾക്ക് ഇത് സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള പഴുതടച്ച ഒരു അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പ്രാദേശിക ആളുകൾക്കെതിരെ ആരോപണമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ദീർഘകാലമായിട്ടുള്ള അങ്ങനെ തർക്കം ഉണ്ടായിരുന്നു. ദീർഘകാലമായി അങ്ങനത്തെ ഒരു തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഏത് പാർട്ടിയാണെന്ന് പറയാനൊന്നും പറ്റിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ ആരോഗ്യം ഉപദ്രവിച്ചിരുന്നു. എപ്പോഴും എന്നെ കാണുമ്പോഴൊക്കെ പരാതി പറയുമായിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് വളരെ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ പരാതി ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. അത് ആരാണെന്ന് ചോദിച്ചാൽ അത് ദുരൂഹത അന്വേഷിക്കണം. കൃത്യമായ ഇതിന് എന്ത് സംഭവിച്ചു, സത്യസന്ധമായ അന്വേഷണം വേണം, ശക്തമായ അന്വേഷണം വേണം. ഇതിൻ്റെ സത്യസന്ധത വെളിയിൽ വരണം. അതേ നമുക്ക് പറയാനുള്ളൂ. അത് അയാളുടെ ഫോണൊക്കെ പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ചെല്ലപ്പൻ ചേട്ടൻ്റെ ഫോൺ പരിശോധിക്കണം. അപ്പോൾ അതിനകത്തെല്ലാം ഉണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഇന്നലെ അയാൾ ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതൊക്കെ കൂട്ടി വായിച്ച് അന്വേഷണം നടത്തണം. അന്വേഷണം നടത്താതെ കോൺഗ്രസ് പാർട്ടി ഇതിൽ നിന്ന് പുറത്തൊന്നും പോകുന്നില്ല. ഞങ്ങളിത് സമരമായിട്ട് മുന്നോട്ട് പോകും. ആരെങ്കിലും അന്വേഷണത്തിൽ ഒതുക്കാനാണ് പരിപാടിയെങ്കിൽ കോൺഗ്രസ് പാർട്ടി സമരമായിട്ട് മുന്നോട്ട് പോകും. ആ കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. നീതി തേടി അലഞ്ഞ ഒരു കർഷകന് ഒടുവിൽ തന്റെ പ്രതിഷേധം അറിയിക്കാൻ പാർട്ടി ഓഫീസ് തന്നെ മരണവേദിയാക്കേണ്ടി വന്നു എന്നത് ജനാധിപത്യ കേരളത്തിന് അപമാനമാണ്. ഈ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം, കുറ്റക്കാർക്കെതിരെയുള്ള കർശന നടപടിയും അനിവാര്യമാണ്.